നമുക്ക് എടുക്കാവുന്നല്ലോ, ചായ കപ്പ് കയ്യിൽ കുഴപ്പമില്ലല്ലോ. നമ്മളങ്ങനെ ഭയങ്കര ഫോർമൽ പരിപാടി പിടിക്കണ്ടല്ലോ. ഭയങ്കര ഈസി വാച്ചിങ് അല്ലാത്ത സിനിമകൾ, കുറച്ച് ചിന്തിച്ചാലും കൂടെ മനസ്സിലാവുന്ന സിനിമകൾ, എനിക്ക് അങ്ങനത്തെ ചെയ്യാനാണ് ഇഷ്ടം. സീറോയിൽ നിന്നുള്ളൊരു ലേണിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് ഇങ്ങനത്തെ ഒരു ജോണറിൽ സ്ക്രിപ്റ്റ് എഴുതാന്ന് പറയുന്നത്. ആക്ടേഴ്സ് ക്യാമറ ചെയ്യണം, ഗായത്രി ആണെങ്കിലും വിശാഖാണെങ്കിലും. നമ്മളിപ്പോൾ ഈ ഒരു ഐഡിയ പറയുമ്പോൾ തന്നെ ഇപ്പോൾ പ്രൊഡക്ഷന് വരുന്ന ആൾക്കാർക്ക് എപ്പോഴും അപ്പോൾ ഇതിന് തിയേറ്ററിൽ ആൾ വരുമോ, അപ്പോൾ ഇത് ആൾക്കാർക്ക് മനസ്സിലാവുമോ, ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. സ്ക്രിപ്റ്റ് പറഞ്ഞാലും മനസ്സിലാവാത്ത പോയ ആളുകൾ വരുന്നുണ്ട്. സൈജുവിന് പൊതുവേ ഒരു സിനിമയും ലീനിയർ കട്ട് ഇഷ്ടമല്ല. ഒരുപാട് ഷോട്ടുകൾ ഉപയോഗിച്ചിട്ട് കഥ പറയാൻ ഇഷ്ടമല്ലാത്ത ആളാണ്. വിശാഖിന്റെ കാല് മാത്രമേ കാണുന്ന ഭാഗങ്ങളുണ്ട് ഓടിപ്പോകുന്നത്. അത് പക്ഷെ അത് DOP ആണ് അത് ഓടുന്നത്. ശരിക്കും ഇത് ഫൗണ്ട് ഫുട്ടേജ് ജോണറിനോട് നമ്മൾ 100% നീതി പുലർത്തുന്ന തരത്തിൽ തന്നെ വേണം അതിൻ്റെ സ്ക്രിപ്റ്റിംഗ് എന്നുള്ളത് നിർബന്ധമില്ല. ഇന്ന് നമ്മുടെ കൂടെ ഫുട്ടേജ് എന്ന സിനിമയുടെ സംവിധായകനും എഡിറ്ററുമായ സൈജു ശ്രീധരനും അതോടൊപ്പം തന്നെ റൈറ്റർ ഷബ്ന മുഹമ്മദും. നമസ്കാരം. ആദ്യം തന്നെ സൈജുവിനോട് ചോദിക്കുവാണ്, സിനിമയിൽ ക്യാമറയാണ് വേറൊരു കഥാപാത്രമായിട്ട് അഭിനയിച്ചിരിക്കുന്നത്, 2 ക്യാമറ. അപ്പോൾ ഈ ക്യാമറയുടെ ഒരു സിനിമാറ്റോഗ്രാഫി പ്രോസസ്സ് എങ്ങനെയായിരുന്നു സിനിമയിൽ? നമ്മൾ ആദ്യം ഇതൊരു ചെറിയ ക്യാമറയിൽ ചെയ്യാനുള്ളൊരു പ്ലാനായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇതിൻ്റെ സ്ക്രിപ്റ്റും ബാക്കി ആർട്ട് ഡയറക്ടർ ഇൻവോൾവ് ആയ സമയത്തും ഷിനോസ് സിനിമാറ്റോഗ്രാഫി ചെയ്യാൻ വരുന്ന സമയത്തുമൊക്കെ നമുക്ക് ഇതിൻ്റെ വലിപ്പം അന്നേരമാണ് ശരിക്കും മനസ്സിലാവുന്നത്. നന്നാക്കി തന്നെ ചെയ്യാം, കുറച്ച് അത്രയും എഫേർട്ട് ഇട്ട് തന്നെ ചെയ്യാമെന്നുള്ള തീരുമാനത്തിലേക്ക് എത്തേണ്ടത്. അപ്പം നമ്മൾ ഈ ചെറിയ ക്യാമറ എന്നുള്ളതെന്ന് സിനിമ ക്യാമറയിലേക്ക് തന്നെ വന്നു. ഇപ്പം അതിന് നമുക്ക് അത് തീരുമാനിച്ചു വെച്ചാൽ കാര്യം വെച്ചാൽ ഇത് ഈ സോണി വെനീസ് എന്ന് പറഞ്ഞൊരു ക്യാമറ ഉണ്ട്. നമുക്ക് അതാവുമ്പോൾ നമുക്ക് ആക്ടേഴ്സിന് അതിൻ്റെ ലെൻസ് വരുന്ന ഭാഗം അവർക്ക് കൊടുക്കാൻ പറ്റും. റിയാൾട്ടോ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം വെച്ചിട്ട് 2 പീസാക്കാം അതിൻ്റെ ബോഡി തന്നെ. അപ്പം നമുക്ക് വെയിറ്റ് അതിനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ ആകുമ്പോൾ നമുക്ക് കൂടുതലും ഇവരെ കൊണ്ട് തന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും, ആക്ടേഴ്സിനെ കൊണ്ട് തന്നെ. ഈ സിനിമയ്ക്ക് അതാണ് നമുക്ക് വേണ്ടിയിരുന്നത്, ആക്ടേഴ്സ് ക്യാമറ ചെയ്യണം, ഗായത്രി ആണെങ്കിലും വിശാഖാണെങ്കിലും. അപ്പം നമുക്ക് നമ്മളത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനൊരു പരിപാടി ചെയ്തിട്ടുള്ളത്. ഈ സോണി വെനീസ് ഷിനോസ് ആണ് ക്യാമറ ചെയ്തത് സിനിമാറ്റോഗ്രാഫി എന്ന് പറയുന്നത്. അപ്പം ഇതെങ്ങനെയായിരുന്നു, ആക്ടറിന്റെ കയ്യിലാണ് കൊടുക്കുന്നത്? അത് മാറി മാറി യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ചില സീനുകളിൽ വിശാഖ് കംപ്ലീറ്റ്ലി ഫൈറ്റ് സീക്വൻസ് റിഗ് ചെയ്ത് യൂസ് ചെയ്തിട്ടുണ്ട്. അല്ലാത്ത സ്ഥലത്ത് ഇപ്പോൾ ഇവരെ കാണുന്നില്ലാത്ത വിശാഖിൻ്റെ കാല് മാത്രമേ കാണുന്ന ഭാഗങ്ങളുണ്ട് ഓടിപ്പോകുന്നത്. അത് പക്ഷെ അത് DOP ആണ് അത് ഓടുന്നത്. ശരിക്കും പറഞ്ഞാൽ പുള്ളിയുടെ ഓപ്പറേഷനും കൂടി വേണം. ഈവൻ ആ ഷൂസ് നമ്മൾ കണ്ടിന്യൂറ്റിക്ക് വിശാഖിൻ്റെ ഷൂസ് കൊടുത്തിട്ടും ഒക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്, വിശാഖിനെ കൊണ്ടും ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് നമുക്ക് അപ്പോൾ ആ സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടെ എടുക്കാൻ ഏറ്റവും എളുപ്പം ഏതാണെന്ന് നോക്കിയിട്ട് അതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ഇപ്പം ഗായത്രീൻ്റെ ആണെങ്കിലും ഗായത്രിയുടെ ടൈമിംഗ് ഒക്കെ ഭയങ്കര ഗംഭീരമാണ്. അപ്പം ഗായത്രി കറക്റ്റ് സമയം ഈ പുള്ളിക്കാരത്തി യൂസ് ചെയ്യുന്ന സമയം തോന്നുന്നുള്ളൂ, പക്ഷെ അവിടെ ഉണ്ടാവും കൂടെ ഇങ്ങനെ ചേർന്ന് നിൽക്കും. ഈ ക്യാമറ ഓപ്പറേറ്റ് ചെയ്യുന്ന ആളുടെ കറക്റ്റ് സമയത്ത് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വന്ന് നിൽക്കും. അങ്ങനെയൊക്കെ ഭയങ്കര അങ്ങനത്തെ ട്രിക്സാണ് നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. സിമ്പിൾ ട്രിക്സാണ്, വലിയ അങ്ങനെ ഭയങ്കര ഇതല്ല. പക്ഷേ നമ്മൾ പടം കാണുമ്പോൾ പ്രേക്ഷകർക്ക് ഒരുപാട് ഭയങ്കര ആക്ടേഴ്സ് അത്രയും എഫേർട്ട് എടുക്കണം. ആക്ടേഴ്സിന്റെ ഭാഗത്തു നിന്ന് നല്ല എഫേർട്ട് വേണം. അവർക്ക് അഭിനയത്തിൽ മാത്രമല്ല, ഇത് ക്യാമറ മൂവ്മെന്റിനെ പറ്റിയിട്ടും അവർ അവെയർ ആവേണ്ടി വരും. ഷൂട്ട് ടൈമിൽ ഒരുപാട് ഇഞ്ചുറീസ് ഉണ്ടായിട്ടുണ്ടാവും. അതെ, ഒരുപാട് പരിക്കുകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. കാര്യം നിങ്ങൾ കണ്ടാണല്ലോ സിനിമ, അതുപോലെ ഓട്ടവും ചാട്ടവും ഒക്കെ ഉണ്ടായിരുന്നുകൊണ്ട് ഈ പറയുന്ന പോലെ ഇങ്ങനെ കുറേ അധികം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ഈ സിനിമയിലെ കഥാപാത്രങ്ങളൊന്നും തന്നെ ഇതിൻ്റെ പേരില്ല. ഇപ്പം സിനിമ അവസാനിക്കുമ്പോൾ ടൈറ്റിൽസ് കാണിക്കുമ്പോൾ ബോയ് ഗേൾ എന്നൊക്കെ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പേര്, കഥാപാത്രങ്ങളൊന്നും പേര് വേണ്ട എന്നുള്ളൊരു ഇത് വരുന്നത്? ഷബ്ന ആണല്ലോ റൈറ്റർ. നമ്മളത് ആദ്യം തന്നെ തീരുമാനിച്ചതാണ്, നമുക്ക് ഇതിലത്തെ ക്യാരക്ടേഴ്സിന് പേര് വേണ്ടാന്നും. നമുക്കിപ്പോൾ അത് മൊത്തം നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും, സ്ഥലങ്ങൾക്ക് പേരില്ല, ഒരു മതം ഇല്ല. നമുക്ക് അങ്ങനെയും നമുക്കൊരു കഥ പറയണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ നിന്നാണ്. ഈവൻ ഞങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടോ അറിയത്തില്ല, അപ്പം ആ മിസ്റ്റീരിയസ് വുമന്റെ ഫ്ലാറ്റ് അല്ലാതെ അത് ഇതിലെ നായകനും നായികയും താമസിക്കുന്ന ഫ്ലാറ്റിന് വാളുകളില്ല ശരിക്കും. അതാണ് നമ്മളെ ഒരു ലോകത്തെ കാണാൻ ശ്രമിക്കുന്ന രണ്ടുപേര് എന്നുള്ളതാണ് നമ്മൾ പെർസീവ് ചെയ്തത്.
ഇപ്പോൾ ലിവിംഗ് റൂം ആണെങ്കിലും ഹോൾ ആണെങ്കിലും കിച്ചൺ എല്ലാം അവരവിടെ ഒരുമിച്ച്, അവർക്ക് വേറെ സീക്രട്സ് ഒന്നുമില്ല. അവര് ഭയങ്കര ഓപ്പൺ ആയിട്ട് താമസിക്കുന്ന, വളരെ ട്രാൻസ്പെറന്റ് ആയിട്ട് ജീവിക്കുന്ന രണ്ടുപേരാണ് എല്ലാ ക്യാരക്ടേഴ്സ്. ഇപ്പോൾ ഈ ഒരു ജോണറിൽ എനിക്കൊന്ന് അങ്ങനെ മലയാളത്തിൽ കഥ പറഞ്ഞിട്ടേ ഇല്ലാത്ത ഒരു ജോണറാണ്. ഫസ്റ്റ് മൂവി ഇത് സെലക്ട് ചെയ്യുന്നു. എന്തായിരുന്നു ഈ ഒരു ജോണറെ ഇൻസ്പയർ ചെയ്ത ഒരു ഫാക്ടർ? ഫസ്റ്റ് മൂവി ഇത് ഫൗണ്ട് ഫുട്ടേജ് എനിക്ക് ഫോൺ ഫുട്ടേജ് എന്നുള്ള അല്ലാണ്ടാണെങ്കിലും എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാനാണ് ഇഷ്ടം. ഈ പറയുന്ന പോലെ സത്യസന്ധമായിട്ടുള്ള, അതായത് ഒരു ഭയങ്കര ഈസി വാച്ചിങ് അല്ലാത്ത സിനിമകൾ, എന്താണ് കുറച്ച് ചിന്തിച്ചാലും കൂടെ മനസ്സിലാവുന്ന സിനിമകൾ, എന്താണ് ഓഫ് കോഴ്സ്, പിന്നെ പുതുമയുള്ള നരേഷൻ. ഇങ്ങനെ ഒരു നരേഷൻ ഡിഫറെൻ്റ് ആയിരിക്കണം. ഇങ്ങനെയുള്ള കുറേ എനിക്ക് അങ്ങനത്തെ ചെയ്യാനാണ് ഇഷ്ടം. അതുകൊണ്ടാണ് ഇങ്ങനൊരു ജോണർ ചെയ്തത്. ഇപ്പം ഈ ജോണർ ഇങ്ങനെ തന്നെ ആണെങ്കിലും ഇതിനകത്തും നരേഷൻ നോൺ ലീനിയർ ആണല്ലോ. അത് എങ്ങും വന്നിട്ടില്ല ശരിക്കും. ഇപ്പോൾ ഫോൺ ഫുട്ടേജ് സിനിമകളിൽ എപ്പോഴും ഒരു ക്യാമറയിൽ നിന്ന് കിട്ടുന്ന ഫുട്ടേജ് നരേഷൻ നേരെ ആയിരിക്കും. പക്ഷെ ഞങ്ങൾ അത് എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ടൈം ആയിരിക്കും അതൊക്കെ ബ്രേക്ക് ചെയ്തിട്ട്. അത് ആക്ച്വലി ആരുടെ ഐഡിയ ആയിരുന്നു? ഷപ്നയുടെ ആയിരുന്നു? സൈജുന്റെ? ഇല്ല, സൈജുന്റെ ഐഡിയ തന്നെയാണ് അത്. അല്ല, അതാ ഞാൻ പറയാം, മൊത്തത്തിലെ ഒരു ആരും ചിന്തിക്കാത്തതും ഒക്കെ അങ്ങനെയൊക്കെ വേണമെന്നുണ്ടായിരുന്നു. അങ്ങനെ ചെയ്തതാണ്. സൈജുവിന് പൊതുവെ ഒരു സിനിമയും ലീനിയർ കട്ട് ഇഷ്ടമല്ല. അങ്ങനെയല്ല, ഇപ്പൊ നേരെ ഒരുപാട് പേര് ലീനിയറിന്റെ അല്ല, വെറുതെ ഇരുന്ന് അങ്ങനെ കണ്ട് തള്ളുന്നതല്ലാത്ത. ഇപ്പൊ എനിക്ക് കുറെ കോളുകളൊക്കെ വന്നതില് എനിക്ക് പടം മനസ്സിലായില്ല ബ്രോ, പക്ഷെ ഞാൻ വീട്ടിലേക്ക് പോണ വഴി കാറിലിരുന്ന് ആലോചിച്ചപ്പോൾ എല്ലാം പിടികിട്ടിയെന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കാര്യം അങ്ങനെ 2-3 പേര് എന്നെ വിളിച്ച് സംസാരിച്ച് കുറേ അതിൻ്റെ ഉള്ളിലെല്ലാം ഉണ്ട്, ആൻസേഴ്സ് എല്ലാം ഉണ്ട്. പക്ഷെ ചിലപ്പം ആദ്യം കാണുമ്പോൾ തന്നെ അത് മനസ്സിലാവണമെന്നില്ല. പക്ഷെ സെക്കൻഡ് ടൈം കാണുമ്പോഴോ അല്ലെങ്കിൽ കൂടുതൽ ആലോചിക്കുമ്പോഴോ അതിനകത്ത് വെച്ചിട്ടുണ്ട് നമ്മളെല്ലാം. അപ്പം എല്ലാ എക്സ്പ്ലനേഷനും അതിനകത്തുണ്ട്. ഇനി മഞ്ജു ചേച്ചിക്ക് എന്താ സംഭവിക്കാമെന്നും അതിനകത്തുണ്ട്. പക്ഷെ അത് ഇച്ചിരി ഒന്ന് ചിന്തിക്കണം. ഈ സിനിമ കാണുമ്പോൾ നമുക്കൊരു ടെൻഷൻ വരുന്ന ഒരുപാട് സീൻസ് ഉണ്ട്. ലൈക്ക് ഇവർ ഓടുന്നത്, പിന്നെ കാട്ടിക്കൂട് ഓടുന്നത്, പിന്നെ ഈ മെയിനായിട്ട് ഈ വിശാഖിൻ്റെ ബ്രെത്ത്, ലൈക്ക് ഈ സൗണ്ട് നമുക്ക് തിയേറ്ററിൽ നിന്ന് കേൾക്കുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് ടെൻഷൻ വരുന്നത് ഈ ബ്രീത്തിലൂടെയാണ്. അപ്പോൾ അത് എങ്ങനെയാണ് ഈ ബ്രീത്തിന് കൂടുതൽ പ്രാധാന്യം സിനിമ കൊടുത്തിട്ടുണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഉണ്ട്, ഉറപ്പായിട്ടും. നമ്മളെ സ്ക്രിപ്റ്റിൽ തന്നെ ആ ഓട്ടവും ഓടുമ്പം അവർക്ക് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് എഴുതി പോയിട്ടുണ്ടായിരുന്നു. അതങ്ങനെ തന്നെ നമ്മൾ സൗണ്ടിൽ യൂസ് ചെയ്തെന്നുള്ളൂ. ആ ടെൻഷൻ ഉണ്ടാവുന്നത് എന്നാണല്ലോ. അപ്പോൾ ഈ റൈറ്റിംഗ് പ്രോസസ്സിൽ എങ്ങനെയായിരുന്നു ഈ ഡയലോഗുകൾ? പൊതുവെ ഒരു സ്ക്രിപ്റ്റ് ചെയ്യുമ്പോൾ ഡയലോഗുകൾ ഒരുപാട് എഴുതാം, പക്ഷേ ഇതിലങ്ങനെ ഡയലോഗുകളൊക്കെ ഉപരി ഇങ്ങനെയുള്ള മൊമെൻറ്റ്സ് ആണ് കൂടുതൽ. വീഴുമ്പോൾ ഉണ്ടാകുന്ന ഇഞ്ചുറി, ശബ്ദം, ആ ഒരു റൈറ്റിംഗ് പ്രോസസ്സ് എങ്ങനെയാണ്? എന്നെ സംബന്ധിച്ച് എനിക്ക് സൈജുവിനായിട്ട് സംസാരിക്കുന്നതിന് മുമ്പ് ഫൗണ്ട് ഫുട്ടേജ് സിനിമയെ പറ്റി അത്ര അറിയണ്ടായിരുന്നില്ല. ആളാണ് എനിക്ക് ഫൗണ്ട് ഫുട്ടേജ് സിനിമകളെ പറ്റിയിട്ടും അല്ലെങ്കിൽ അത് കാണുന്നതിനെ പറ്റിയിട്ടൊക്കെ ആളുടെ ഐഡിയ പറഞ്ഞിട്ടാണ് ഞാൻ ഫൗണ്ട് ഫുട്ടേജ് സിനിമകൾ കാണുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് മനസ്സിലായി പണി പാളിയെന്ന്. കാരണം ഇത് ഞാൻ എങ്ങനെ എഴുതും എന്നുള്ളൊരു അവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷേ ഇത് കൃത്യമായിട്ടുള്ള ക്ലാരിറ്റി സൈജുനുള്ളതുകൊണ്ട് ഇങ്ങനെയാണ് നമ്മളിതിനെ ട്രീറ്റ് ചെയ്യാൻ പോകുന്നത്, ഇങ്ങനെ ആയിരിക്കും. അപ്പം നമ്മളിപ്പോൾ സാധാരണ ഒരു സീൻ എഴുതി കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മൾ ഇത് എഴുതി കഴിയുന്നു. നമ്മൾ എഴുതി പരിചയം ഒരുപാട് എഴുതുന്നില്ല, എന്നാലും നമ്മൾ പഠിക്കുന്ന ഒരു ടെക്നിക്ക് എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു അപ്പുറത്തൊരാൾ അതിനെ ആൻസർ ചെയ്യും. അപ്പോൾ ഞാൻ ആദ്യം ഒരു സീൻ എഴുതി കൊടുത്തപ്പോൾ അങ്ങനെയായിരുന്നു എഴുതി കൊടുത്തത്. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞ് അങ്ങനെ പറയാൻ അപ്പുറത്തൊരാളുണ്ടാവില്ല, എല്ലാം നമ്മളുടെ ക്യാമറയിൽ നിന്നുണ്ടായിരുന്നു. അപ്പോൾ അതെപ്പോഴും ആലോചിച്ചിട്ട് വേണം എഴുതാൻ. അപ്പം എന്നെ സംബന്ധിച്ച് ഭയങ്കര എന്താ പറയുക, എന്നെ എന്താ പറയുക, സീറോയിൽ നിന്നുള്ളൊരു ലേണിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് ഇങ്ങനത്തെ ഒരു ജോണറിൽ സ്ക്രിപ്റ്റ് എഴുതാന്ന് പറയുന്നത്. സാധാരണ സ്ക്രിപ്റ്റ് നമ്മൾക്ക് പരിചയമായി തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ ഇത് സൈജുവിൻ്റെ ഒരു അറിവിൽ നിന്ന് ഞാൻ അത് എഴുതിയെന്ന് പറയാനേ പറ്റൂ. അല്ല, ഒരു കൃത്യമായിട്ടൊരു മേക്കറിൻ്റെ ധാരണ വേണം അത് എഴുതാൻ. അല്ലെങ്കിൽ ഒരു റൈറ്റർക്ക് മാത്രം ഒരു ഡിറക്ഷനെ പറ്റി അത്രയും, പ്രത്യേകിച്ച് ഈ ഫോൺ ഫുട്ടേജ് ജോണറിനെ പറ്റി അത്രയും ധാരണ ഇല്ലാത്ത ഒരാൾക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് ഇത് എഴുതാൻ. അതിന് ഡയറക്ടറുടെ എന്താ പറയുക ഇൻസ്ട്രക്ഷൻസ് വേണം, അവരുടെ വിഷൻ വേണം, ക്യാമറ അത് മാത്രം പോരാ, ക്യാമറ ആരും ഓപ്പറേറ്റ് ചെയ്യുന്നു, മൂവ്മെൻറ്റിൻ്റെ എല്ലാ ധാരണയും വേണം. അതുകൊണ്ട് എല്ലാ സീനിലും
ഓരോ ടെക്നിക്സിൻ്റെയും നമ്മൾ ഉപയോഗിക്കുന്ന എക്യുപ്മെൻസിൻ്റെയും എല്ലാം ഡീറ്റെയിൽസ് വെച്ചിട്ട് തന്നെ വേണം അത് എഴുതി പോകാനും, ലൈറ്റിംഗ് ഉൾപ്പെടെ. സൈജേട്ടനോട് ചോദിക്കുവാണെങ്കിൽ ഇപ്പോൾ ഈ സിനിമ നമ്മുടെ മലയാളി ഓഡിയൻസിന് എത്രമാത്രം അക്സെപ്റ്റ് ചെയ്യും? ലൈക്ക് നിങ്ങളിത് പ്ലാൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത് തോന്നുന്നുണ്ടായിരുന്നു അക്സെപ്റ്റ് ചെയ്യും, ഇവർക്ക് ഇത് മനസ്സിലാവും? അതെ, അതെ, ആ ക്വസ്റ്റ്യൻ ഇങ്ങനെ നമ്മൾ സിനിമയും പോലെ ഉണ്ട് ശരിക്കും പറഞ്ഞാൽ. അതുകൊണ്ടാണ് ഇത് എന്താണ് ഇത് കുറേ കാലമായിട്ട് എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു സബ്ജക്റ്റാണ്. പിന്നെ നമ്മളിത് ആരെ കൊണ്ട് ആരാണ് ഇത് നമുക്ക് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുക എന്നൊക്കെ ഉള്ള കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു അതിനകത്ത്. പറഞ്ഞാലും ബിനീഷാണ് ഇത് അങ്ങനെ ഒരു ധൈര്യം കാണിച്ച് നമ്മളെ കൂടെ നിന്ന്. അത് സിനിമ ഇഷ്ടപ്പെടുന്ന ഒരാളുടെയും കൂടി ഇഷ്ടമാണ്. അതിലതൊരു ഭയങ്കര പ്രൊഡക്ഷൻ മൈൻഡുള്ള ഒരാൾക്ക് മാത്രം എടുക്കാൻ പറ്റുന്ന ഒരു തീരുമാനമല്ല അത്. അപ്പൊ അപ്പുറത്ത് പുതിയ സിനിമകൾ വരണമെന്നും ഇങ്ങനത്തെ സിനിമകൾ കേരളത്തിൽ ആൾക്കാർക്ക് പരിചയമാവണമെന്നും അല്ലെങ്കിൽ ആൾക്കും സ്വന്തമായിട്ട് അങ്ങനത്തെ ഒരു സിനിമയുടെ ഭാഗമാവണമെന്നൊക്കെ വിചാരിക്കുന്നതിൻ്റെ കൂടി ഭാഗമായിട്ടുള്ള ഒരാളെ ഇതിനോട് എപ്പോഴും, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഈ ഒരു ഐഡിയ പറയുമ്പോൾ തന്നെ ഇപ്പോൾ പ്രൊഡക്ഷന് വരുന്ന ആൾക്കാർക്ക് എപ്പോഴും അപ്പോൾ ഇതിന് തിയേറ്ററിൽ ആൾ വരുമോ, അപ്പോൾ ഇത് ആൾക്കാർക്ക് മനസ്സിലാവുമോ, ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അങ്ങനെ വന്നുപോയ ഒരുപാട് ആളുകളുണ്ട്. നമ്മൾ സംസാരിക്കുമ്പോൾ ഒന്നാമത് സ്ക്രിപ്റ്റ് പറഞ്ഞാലും മനസ്സിലാവാത്ത പോയ ആളുകൾ വരുന്നുണ്ട്. സ്ക്രിപ്റ്റ് മനസ്സിലാവാറില്ല. നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? സാധാരണ ഒരു സിനിമയുടെ കഥ പറയുന്ന പോലെ നമുക്കിത് പറയാനും പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ പറയുന്നത് ഇവരെ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്, അങ്ങനെ ഉണ്ട്, ഇങ്ങനെ ഉണ്ടെന്നൊക്കെ പറയുമ്പോഴത്തേനും ഇവിടെ അത്രയും ഇപ്പൊ കുട്ടികൾക്ക് മനസ്സിലാവും. ഇപ്പോഴത്തെ കുട്ടികൾ ഫോൺ ഫുട്ട് ചെയ്യുന്ന, പക്ഷെ ഇവിടെ ശീലിച്ചിട്ടുള്ള കണ്ട് ശീലിച്ചിട്ടുള്ള ഓഡിയൻസ് ആണ് ഇങ്ങനെ ആയിരിക്കും ആ ധാരണയിൽ വന്നു കഴിഞ്ഞാൽ ഇൻസെപ്ഷനും ഇന്റർസ്റ്റെല്ലറും ഒക്കെ കണ്ട് പരിചയിച്ച് അങ്ങനെ കണ്ടിട്ടുള്ള കുട്ടികൾക്ക് ഇപ്പൊ എന്റെ മോൾക്ക് ഭയങ്കര വർക്കായി. അപ്പം അവരൊരു ഞങ്ങളിൽ നിന്ന് ഇപ്പൊ അവർക്ക് നമ്മൾ കട്ട് ചെയ്ത പോർഷനെ കാണിച്ചു കൊടുത്തത്. അപ്പോൾ ഞങ്ങളെ പോലത്തെ ആൾക്കാരുടെ അടുത്ത് ഇത് റെസ്ട്രിക്ട് ചെയ്ത് നിങ്ങളിത് ഞങ്ങൾക്കല്ലേ ഇത് കൂടുതൽ മനസ്സിലാവുന്നത്. ശരിയാ, ചിത്രം 18+ ആണല്ലോ. പിന്നെ കൂടുതലും ഇപ്പോൾ തിയേറ്ററിൽ ആളുകൾ ഉണ്ട്. ലൈക്ക് ഇത് ഈ ഫൗണ്ട് ഫുട്ടേജ് മൂവീസ് ഇഷ്ടപ്പെടുന്ന ആളുകളില്ലാന്നല്ലേ പറയുന്നത്. ഇപ്പൊ നമുക്ക് ഇംഗ്ലീഷ് മൂവി ആണെങ്കിൽ അതിന് ആൾക്കാരുണ്ട്. ഇപ്പൊ നമ്മളൊരു ഹോളിവുഡ് മൂവിയാണ്, പക്ഷെ മലയാളത്തിൽ ഇപ്പൊ നമ്മൾ അങ്ങനെ പ്രസന്റ് ചെയ്യുമ്പോൾ അങ്ങനെ ഇപ്പൊ മലയാളത്തിൽ ചെയ്യണ്ട, അത് ഹോളിവുഡ് മതി. മാസ് ഓഡിയൻസ് ഇല്ല ശരിക്കും. പുതിയ മീൻസ് ശരിക്കും പുതിയ ഒന്നും കൊണ്ട് വന്നാൽ അതിന് പക്ഷെ വരും. അതിനൊരു നമുക്ക് അറ്റ്ലീസ്റ്റ് അതിനൊരു തുടക്കം ആരെങ്കിലും ഈ മൂവ്മെന്റ് എടുത്തില്ലെങ്കിൽ എന്നും നമ്മൾ ഈ പറയുന്ന ഫോർമുല സിനിമകൾ എനിക്കറിയില്ല ഇതുകൊണ്ടൊന്നും ചേഞ്ച് ആവാൻ പോകണില്ല. പക്ഷെ എന്നാൽ പോലും ഈ ഫോർമുല സിനിമകൾ തന്നെ നമ്മൾ കണ്ടുകൊണ്ട് ഇതിനു മുമ്പ് ഗഗനാചാരി എന്ന് പറഞ്ഞ ചിത്രം വന്നു. അത് ആക്ച്വലി ഒരുപാട് ഓഡിയൻസ് അക്സെപ്റ്റ് ചെയ്ത സിനിമ. പ്രേക്ഷകരും അതനുസരിച്ച് മാറുന്നുണ്ട്. എനിവേസ് നമുക്ക് കാസ്റ്റിലേക്ക് വരാം. വിശാഖ് ഗായത്രി അതിൽ മെയിനായിട്ടുള്ള ലീഡ് ക്യാരക്ടേഴ്സ് ചെയ്യുന്നു. അതിൽ വിശാഖ് വളരെ കുറച്ച് മൂവീസ്, ഇപ്പോൾ മലയാളത്തിൽ ആനന്ദം ഒരു ഫെയിം വന്നു, പിന്നെ കുപ്പി എന്നൊരു ഇമേജ് വിശാഖിന് ഉടനീളം മലയാളത്തിലുണ്ടായിരുന്നു. അത് ബ്രേക്ക് ചെയ്തുകൊണ്ട് ഇപ്പോൾ എക്സിറ്റ് ഇങ്ങനെയുള്ള ഈ മൂവിയിലേക്ക് വരുന്നു. അങ്ങനെ കുറച്ച് മൂവീസ് വരുന്നുണ്ട്. അപ്പോൾ വിശാഖിനെ ഈ റോളിലേക്ക് കാസ്റ്റ് ചെയ്യാനുള്ളൊരു ഇതെങ്ങനെയായിരുന്നു? വിശാഖിനെ ഇത് ഈ ഐഡിയ ആലോചിക്കുമ്പോൾ വിശാഖിൻ്റെ മുഖമാണ് എനിക്ക് മനസ്സിലുണ്ടായിരുന്നത്. കാരണം വിശാഖ് വർക്ക് ചെയ്തൊരു പരസ്യം ഞാൻ എഡിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ആഷിഖേട്ടൻ ഡയറക്റ്റ് ചെയ്തിട്ടുള്ളൊരു പരിപാടി. അപ്പോൾ ആ മുഖം ഇങ്ങനെ മനസ്സിൽ കിടന്നപ്പോൾ ഇതിന് പെർഫെക്റ്റ് ഫസ്റ്റ് കാസ്റ്റ് ചെയ്തിട്ടുള്ള വിശാഖിനെയാണ് ഈ സിനിമയിലേക്ക്. അത് കറക്റ്റ് മറ്റേ പിന്നെ മൂപ്പര് ലുക്കാണെങ്കിലും അന്ന് ഞാൻ കാണുമ്പോൾ ആൾക്ക് മുടിയൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ മുടിയെല്ലാം വെള്ളത്തിൽ മീശയൊക്കെ അങ്ങനെ വെക്കാനൊക്കെ പറഞ്ഞു. കറക്റ്റായ ഇമേജ് നേരത്തെ ഉണ്ടായിരുന്നു മനസ്സിൽ. അത് നമുക്ക് ഷൂട്ടിങ് സമയമാകുമ്പോഴത്തേക്കും ആ കറക്റ്റായ ഒരു മൂപ്പര ലുക്ക് നമുക്ക് കിട്ടി. ഗായത്രി നമ്മൾ എത്തുന്നത് ഒരുപാട് ആളുകളെ നോക്കിയ ശേഷമാണ്. ഒത്തിരി ഇതിൽ കുറേ ഇങ്ങനത്തെ സീക്വൻസുകളൊക്കെ ഉള്ളതുകൊണ്ടും ഈവൻ ഫൈറ്റ് ആണെങ്കിലും മൊത്തം കുറേ അത്രയും പരിപാടി ചെയ്യാനുള്ളതുകൊണ്ട് ഇങ്ങനെ ആരും ഇങ്ങനെ ഡൗട്ടൊക്കെ ഇടിച്ച് അങ്ങനെ പിന്നെ ഓഡിഷൻ ചെയ്ത കുറേ ആളുകളൊന്നും വർക്കാവുകൊണ്ട് ഒക്കെ വന്ന് അങ്ങനെ ഏറ്റവും ലാസ്റ്റ് വരുന്നതാണ് ഗായത്രി. ശരി, ഏറ്റവും മെയിനായിട്ട് മഞ്ജു വാര്യർ. എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇതിൻ്റെ ഐഡിയ ഷെബു ഒക്കെ ഇന്നായപ്പോഴത്തേക്കും ഇതിൻ്റെ പെർസ്പെക്റ്റീവേ മാറി. ശരിക്കും പറഞ്ഞാൽ ഒരു ബേസിക് ഫോർമാറ്റിൽ നിന്ന് റൈറ്റർ വരുമ്പോഴത്തേക്കും അതിന് എന്താണ് ഈ പറയുന്ന എന്താണ്
അത് ഒരു തുല്യതയൊക്കെ വരുന്ന അന്നേരമാണ്. ഒരു ഇതിനകത്ത് യൂഷ്വൽ സിനിമയിൽ കാണുന്ന ഒരു ആണിത്തിരി കൂടിയതും പെണ്ണിത്തിരി കുറഞ്ഞ അതൊന്നും ഇല്ലാത്തൊരു പടമാണത്. എല്ലാവരെയും ഒരേപോലെ, ഇപ്പോൾ ഈവൻ അതിനകത്തൊരു മെയ്ഡാണെങ്കിൽ പോലും അവരായിട്ട് ഭയങ്കര ചില്ല് ചെയ്ത് ജീവിക്കുന്ന ഒരു പുള്ളിക്കാരി തന്നെ. അപ്പം നമ്മൾ അങ്ങനത്തെ ഒക്കെ ലേയേഴ്സ് വരുന്ന ഷിബു വരുമ്പോഴാണ് അങ്ങനെ ഒരു ഈക്വലായിട്ടുള്ളൊരു പരിപാടി. അപ്പം മഞ്ജു ചേച്ചിയിലേക്ക് എത്തുന്നത് എങ്ങനെ ഷിബുത്രാണ്. ഷിബുവാണ് മഞ്ജു ചേച്ചീനെ കാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് നരേഷന് വേണ്ടിയിട്ട് സംസാരിച്ചതും ചേച്ചി കേട്ട് ഇഷ്ടപ്പെട്ട് വന്നതൊക്കെ. അതിപ്പോൾ ഫൈറ്റ് സീൻസ് ആണെങ്കിലും ലൈക്ക് ആണിന് ഒരുപാട് ഇടിക്കാൻ പറ്റും, ലൈക്ക് ആണ് വീടില്ല എന്നുള്ളൊരു അത് നമ്മൾ അത്തരം എല്ലാ സിനിമയിലും കാണുന്ന അതെല്ലാം നമ്മളിവിടെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് നമ്മൾ ഫോളോ ചെയ്യുന്ന മെത്തേഡിനെ നമുക്കൊന്ന് ബ്രേക്ക് ചെയ്യണമെന്നും അതല്ലാതെ അതും ഒരു യാഥാർത്ഥ്യമാണല്ലോ, എല്ലാവർക്കും പറ്റുമല്ലോ. പിന്നെ നിങ്ങൾ പടം കണ്ടപ്പോൾ നിങ്ങൾ സംസാരിച്ചൊരു കാര്യം വെച്ചാൽ ഇതില് കുറച്ച് സ്പോയിലർ ആണെങ്കിലും രണ്ടുപേരും കൂടെ ഈ പറഞ്ഞ ക്യാരക്ടർ മിസ്റ്റീരിയസ് ലേഡിനെ തേടിയ കാട്ടിലേക്ക് പോകുന്നു. ഫസ്റ്റ് ഇറങ്ങി പുറത്തേക്ക് പോകുന്നത് ഗായത്രിയുടെ ക്യാരക്ടറാണ്. പൊതുവെ സിനിമകൾ എന്ന് പറയുമ്പോൾ നായികൻ അവിടെ ഇരുത്തിയിട്ട് നായകൻ പോയിട്ട് അന്വേഷിച്ച് വരുന്നത്, ഇവിടെ നിന്ന് ഓപ്പോസിറ്റ് ആയിട്ട് നായികമായിട്ട് പോകുന്നത്. അത് ഞങ്ങളോട് ഒരു ഈവൻ അവള് തന്നെയാണ് ഇതിന് പോയി കണ്ടുപിടിക്കാം നമ്മളിവിടെ ഭയങ്കര മാസ്കുലിൻ പെർഫോമൻസുകളാണല്ലോ കാണുന്നതും നമ്മൾ വിശ്വസിക്കുന്നതും, അല്ലെങ്കിൽ ഇതാണെന്ന് വിചാരിച്ച് നിങ്ങൾ പോലും അത് പെർഫോം ചെയ്യേണ്ടി വരുന്നത് ഇതിൽ നിന്നാണല്ലോ. ആർക്കും പോയി തല്ലു വാങ്ങുന്ന ആഗ്രഹമൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പം നമ്മളത് ആലോചിച്ച് തന്നെ എടുത്തൊരു ഡിസിഷൻ ആയിരുന്നു അത്, അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ആയിരുന്നെങ്കിലും. പിന്നെ നമ്മളെ സിനിമയിൽ വർക്ക് ചെയ്തവരും ഏതാണ്ട് അങ്ങനത്തെ ആളുകളൊക്കെ. ഇപ്പോൾ നമ്മളെ ഫൈറ്റ് ചെയ്തിട്ടുള്ള ഇർഫാനാണെങ്കിലും ഇപ്പോൾ നമ്മൾ ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ പുള്ളി എടുത്ത് പറയും ഇതെല്ലാം കഴിഞ്ഞിട്ട് എനിക്കും കുറച്ച് അത്യാവശ്യം ഇടിയൊക്കെ വന്നു കഴിഞ്ഞാൽ പിടിച്ചേക്കാൻ പറ്റുന്ന ഒരു അടിത്തറ പഠിപ്പിച്ചേരണമെന്ന് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു ബ്രോ അത് വേണ്ട, ഇടി ഉണ്ടാവാണ്ടിരിക്കാൻ നോക്കിയാൽ. അങ്ങനത്തെ ആളുകളാണ് പടത്തിൽ വർക്ക് ചെയ്ത് അത്തരം. അല്ലാണ്ട് പുള്ളി പഠിപ്പിച്ചാൽ ബ്രോ ശരിക്കും അതാണ് അല്ലേ ഒരു ആൻസർ കിട്ടാൻ സാധ്യത. അതുപോലും നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ പോലും വേറെ രീതിയിൽ ചിന്തിക്കുന്ന ആളുകളായിരുന്നു. ഇപ്പോൾ സ്റ്റണ്ട് കൊറിയോഗ്രഫിയെ കുറിച്ച് ചോദിക്കാം നമുക്ക്. ഇത് പറഞ്ഞ പോലെ നമ്മൾ ക്യാമറ ഒരു കഥാപാത്രമാകുന്ന ഒരു സിനിമയിൽ സ്റ്റണ്ട് എത്രത്തോളം കുറച്ചുകൂടെ ചാലഞ്ചിങ് ആയിട്ടൊരു ഫാക്ടറാണ്. ഭയങ്കര ചലഞ്ച് കാര്യം. സ്റ്റണ്ട് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ക്യാമറ കട്ട് ക്ലോസ് മറ്റേ വൈഡ് അങ്ങോട്ട് ഒരു ഇടി ഇടിക്കുമ്പോൾ തന്നെ ഒരു ഇടിക്ക് തന്നെ 3-4 ആംഗിള് കട്ട് ചെയ്തിട്ട് ആയിരിക്കാം ഇമ്പാക്റ്റ് ആണ്. പക്ഷെ നമുക്ക് ആ സാധ്യതയില്ല. നമ്മൾ ഫുൾ എനിക്ക് തോന്നുന്ന മെയിൻ 2 ഫൈറ്റും സ്റ്റാറ്റിക്കിലാണ് നമ്മൾ കാണിച്ചിട്ടുള്ളത്. അപ്പം അതിൻ്റെ ട്രെയിനിങ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും അത് റിഫൈൻ ചെയ്തിട്ടുള്ള ഒരാളിനെ വന്ന് അവിടെ സംഭവിക്കുകയാണ്, ആ ക്യാരക്ടേഴ്സിന് ഇഷ്ടമുള്ളത് ചെയ്യാം. അപ്പം ഇങ്ങനെ ഒരു ഇടിക്കുകയാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അതിന് കാലുകൊണ്ട് എവിടെയാണെങ്കിൽ ആദ്യം ചെയ്യാൻ തോന്നുന്നത് എന്താണോ, മീൻസ് അതിനൊരു ഓർഡർ ഇല്ല ശരിക്കും. അപ്പം ചിലപ്പോൾ കാലുകൊണ്ട് ഇടിക്കുമ്പോൾ ആണ് എന്നുണ്ടെങ്കിൽ അതിനെന്താ ചെയ്യുന്നതെന്ന് അവരെ പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പം എങ്ങനെ റിയാക്ട് ചെയ്യാം, വീഴുമ്പോൾ എങ്ങനെ വീഴാം, എന്നിട്ട് അവർ തന്നെയാണ് അത് ചെയ്തിട്ടുള്ളത്. ഈ ക്യാമറ സ്റ്റാറ്റിക് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഈ ആക്ടേഴ്സ് ഇവർ ഫൈറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇവർക്ക് കൃത്യമായ പൊസിഷനും കാര്യങ്ങളൊക്കെ അതൊക്കെ നമ്മൾ ട്രെയിനിങ് 1 മാസത്തോളം അതിന്റെ ട്രെയിനിങ് ഒക്കെ എന്നാലും എന്താണ് ഫ്രെയിം ഔട്ട് ആയി പോയിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഭയങ്കര നാച്ചുറൽ ആയിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. ആ ഇന്റർവെല്ലിന്റെ സീക്വൻസിനകത്ത് ആ മൂലയിലാണ് ഒരു മൂലയിലെത്തി ഇടിച്ചിടിച്ചവർ പുറത്തുപോയി. പക്ഷെ അതൊക്കെ അതിനകത്ത് ഭയങ്കര എനിക്കത് ഭയങ്കര രസമായിട്ട് ഭയങ്കര നാച്ചുറൽ ആയിട്ട് ഫൗണ്ട് ഫുട്ടേജ് ഒരു ക്യാമറ അവിടെ അങ്ങനെ കിടക്കുന്ന ക്യാമറ ഇല്ലാതെ അങ്ങനെ പോവുള്ളൂ. അതിലൊരു ഒറിജിനാലിറ്റി ഉണ്ട്. പിന്നെ സൈജേട്ടൻ ഇത് എഡിറ്ററും കൂടെ ആണല്ലോ സിനിമയുടെ. അപ്പോൾ മുമ്പ് ഞാൻ നമ്മൾ ഇതിൻ്റെ പ്രീ റിലീസ് ഇൻ്റർവ്യൂ എടുത്തപ്പോൾ പറഞ്ഞു സ്ക്രിപ്റ്റിംഗ് പ്രോസസ്സിലായിരുന്നു ഇതിൻ്റെ എഡിറ്റിംഗ് എല്ലാം നടന്നതെന്ന് പറഞ്ഞിരുന്നു. അതല്ലാതെ എഡിറ്റിംഗ് ടേബിളിലേക്ക് വരുമ്പോൾ എങ്ങനെയായിരുന്നു? സത്യം പറഞ്ഞാൽ ജോയിൻ ചെയ്യാനൊക്കെ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ. ചില സ്റ്റിച്ച് ചെയ്യാൻ, അതായത് ചില ഷോട്ടുകൾ സ്റ്റിച്ച് ചെയ്യാനും നമ്മൾ അങ്ങനെ ഭയങ്കര എഡിറ്റ് ചെയ്തിട്ടില്ല അത്ര. എനിക്ക് തോന്നുന്നു 1-2 സീനുകൾ മാത്രമാണ് യൂസ് ചെയ്യാതിരുന്നിട്ടുള്ളൂ. അത് നമ്മൾ വെറുതെ അങ്ങനെ എടുത്തു എന്നുള്ളൂ. അതും ചുമ്മാ എടുത്തു. പക്ഷെ ബാക്കിയെല്ലാം ഇപ്പം അങ്ങനെ ഭയങ്കര എഡിറ്റ് ചെയ്ത് കളഞ്ഞിട്ടൊന്നുമില്ല ശരിക്കും. പക്ഷെ അതിന് ഈ പറഞ്ഞ പോലെ റൈറ്റിംഗ് പ്രോസസ്സിൽ തന്നെ എഡിറ്റ് ചെയ്യുന്നു. അപ്പോൾ അതെങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? മാത്രമല്ല ഈ
നമ്മൾ പല ഐഡിയാസ് കൊണ്ടുവരും, അത് എൻറ്റയർലി കട്ട് ചെയ്ത് കളയേണ്ടി വരുന്നുണ്ട്. അതെങ്ങനെയായിരുന്നു? അതായത് ഇപ്പൊ നമ്മള് ഇതിൽ നോക്കിയാലേ അറിയാം, ആൾക്കിത് എന്റർടൈനിങ് ആയിട്ട് ചെയ്യാനും അറിയാം, അല്ലെങ്കിൽ ഇതിനെ എങ്ങനെ ആൾക്കാരെ എൻഗേജ് ചെയ്യിപ്പിക്കാം എന്നുള്ളതും അറിയാം. അപ്പം അത് ചോദിക്കുമ്പോൾ പറയും അത് വേണ്ട, നമുക്ക് ഇത് ഫൗണ്ട് ഫുട്ടേജ് ജോണറിനോട് നമ്മൾ 100% നീതി പുലർത്തുന്ന തരത്തിൽ തന്നെ വേണം അതിൻ്റെ സ്ക്രിപ്റ്റിംഗ് എന്നുള്ളത് നിർബന്ധമായിരുന്നു. അതായത് ചിലത് നമുക്ക് ബോറടിക്കും, ചിലത് നമുക്ക് കുറേ ഇതെന്താ ഇങ്ങനെയെന്ന് തോന്നും. നമ്മൾ ശരിക്കും നമ്മളൊരു സാധനം ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്യണമെങ്കിലും അങ്ങനെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതുപോലെ തന്നെ ഇരുന്നാൽ മതി എന്നുള്ളതായിരുന്നു ഞാൻ ഇതിൽ നിന്ന് ആദ്യം പഠിച്ചത്. അതായത് അങ്ങനെ തന്നെയാണ് അതിനെ ട്രീറ്റ് ചെയ്യേണ്ടത്. ഒരു ഫാസ്റ്റ് മൂഡിലേക്ക് പോകണ്ട. ഇല്ല ഫാസ്റ്റ്, അതായത് നമുക്ക് ഒരു മൊബൈൽ തുറന്നാൽ എന്തൊക്കെ എന്റർടൈനിങ് ഉണ്ട്, എന്തൊക്കെ ബോറടി ഉണ്ടാവുമോ അത് തന്നെയാണ് നമ്മൾ ഇതിന്റെ സ്ക്രിപ്റ്റ്. രണ്ടുപേരുടെയും ക്യാമറയിൽ നിന്ന് കിട്ടുന്ന വിഷ്വൽസിന്റെ ക്യാരക്ടേഴ്സ് അങ്ങനെ ആയിരിക്കണം. ചിലപ്പോൾ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയതായിരിക്കില്ല, ചിലപ്പോൾ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയതായിരിക്കാം. എന്നാൽ ഇവരുടെ ജീവിതത്തിന്റെ ഇവരുടെ ഒരു സ്വഭാവത്തിന്റെ പ്രത്യേകത വെച്ചാൽ മറ്റുള്ളവരെ പ്രൈവസിയിലേക്ക് ഭയങ്കരമായിട്ട് എത്തി നോക്കുന്ന ആൾക്കാരാണല്ലോ. അത് അവർ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടോ അല്ലെങ്കിൽ അവർ ഭയങ്കര ഇഷ്ടത്തോടെയാണ് ചെയ്യുന്നത്. പക്ഷെ അത് എത്രമാത്രം മറ്റു മനുഷ്യർക്ക് ബുദ്ധിമുട്ടുള്ളതാണെന്ന് അവരും അവെയർ ആവുന്നില്ലല്ലോ. വേറെ ആളുടെ സ്വകാര്യത അയാളുടെ മാത്രം സ്വകാര്യതയാണ്. അവർക്കും ആ സ്വഭാവമില്ല ശരിക്കും. അവരുടെ ജീവിതത്തിലെ കാര്യം നോക്കിയാൽ അവർക്ക് കുഴപ്പമില്ല. ലിഫ്റ്റിലെ സീക്വൻസിൽ ഇങ്ങനെ പറയുന്നുണ്ട് CCTV ചേട്ടനുള്ള കണ്ടന്റ് കൊടുക്കണ്ടേന്ന് പറയുന്നുണ്ട്. അപ്പൊ അവർക്കും അത് അവരതിനെ ഭയങ്കര നോർമലൈസ് ചെയ്യുക, പക്ഷെ അത് എല്ലാവർക്കും നോർമൽ അല്ല എന്നുള്ളതാണ് കൂടിയിട്ടാണ്. ഇപ്പോൾ സൈജോടിൻ്റെ പ്രീവിയസ് വർക്ക്സ് പ്രധാനമായിട്ട് ഇപ്പോൾ കുമ്പളങ്ങി നൈറ്റ്സ്, നാരദൻ, അഞ്ചാം പാതിര, ഇതിലോട്ടൊക്കെ വരുമ്പോഴത്തേക്കും ഈ അഞ്ചാം പാതിര ഇറങ്ങിയ സമയത്ത് മിഥുൻ മാനുവൽ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു. ഷൈജു ഖാലിദ്, സൈജു ശ്രീധരൻ, സുഷിൻ ശ്യാം, ഇവർ 3 പേരുമാണ് എൻ്റെ ഹീറോസ്. അല്ലെ, ഇപ്പോൾ അഞ്ചാം പാതിര എന്നൊരു സിനിമ ടേബിളിൽ വന്നിട്ട് ഒരുപാട് മാറിയിട്ടുണ്ടെന്ന് ഇങ്ങനെ ഒരു കേട്ടിട്ടുണ്ട്. അഞ്ചാം പാതിരയിലോട്ട് എത്തിയെങ്ങനെ മിഥുൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സത്യം പറഞ്ഞാൽ ആക്സിഡന്റിലാണ് മിഥുനായിട്ട് പടം പെട്ടെന്ന് വന്നത്. എന്താണ് ഞാൻ സത്യം പറഞ്ഞാൽ പുറത്ത് അങ്ങനെ ഒട്ടും പരിചയമില്ലാത്ത ഒരാളോട് ആദ്യമായിട്ട് വർക്ക് ചെയ്യുന്ന മിഥുൻ്റെ കൂടെ ആയിരിക്കും. അത് കംപ്ലീറ്റ്ലി കൊമേഴ്ഷ്യൽ ആ മൈൻഡ് സെറ്റോടെ തന്നെ ഇരുന്ന് ചെയ്തിട്ടുള്ളതാണ്. അതിനകത്ത് മ്യൂസിക് ആണെങ്കിലും എൻ്റെ സൗണ്ട് എഫക്ട്സ് ആണെങ്കിലും എൻ്റെ എഡിറ്റ് ആണെങ്കിലും ഒക്കെ ആ പുള്ളിയുടെ ഓഡിയൻസ് എന്താന്ന് എനിക്ക് മനസ്സിലായപ്പം ആ രീതിയിൽ അങ്ങനെ ചെയ്തൊരു പടം. ഈ കോവിഡിന് തൊട്ട് മുമ്പ് ഇറങ്ങി ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യപ്പെട്ടൊരു സിനിമയായിരുന്നു അഞ്ചാം പാതിര എന്ന് പറയുന്നത്. അപ്പോൾ അതുവരെ മലയാളത്തിൽ കണ്ടിരുന്ന ത്രില്ലറുകളിൽ നിന്നും ഒരു ഡിഫറെൻ്റ് ആയിട്ടൊരു സ്റ്റൈൽ ഓഫ് നരേഷൻ ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ നിന്നിട്ടില്ല. ഇപ്പൊ പിന്നെ വന്നു സ്റ്റൈലാണ് ഇപ്പൊ എല്ലാത്തിനും അഞ്ചാം പാതിര മോഡായി. അതായത് അങ്ങനത്തെ ഒരു ഭീകരത ഉണ്ടാക്കാൻ എല്ലാവർക്കും കൂടെ പറ്റി ശരിക്കും പറഞ്ഞാൽ. എല്ലാ ഡിപ്പാർട്ട്മെന്റും മിഥുൻ കൊണ്ടുവന്നതിനകത്തുനിന്ന് അത് കൂട്ടാൻ എല്ലാവരും ഹെൽപ്പായി. ഇപ്പൊ സുഷിന്റെ മ്യൂസിക്കും അതിന്റെ സൗണ്ട് ഡിസൈനും എഡിറ്റിന്റെ പാറ്റേണും ഒക്കെ അതുകൊണ്ടാണ് അത് അങ്ങനെ ഭയങ്കര ഒരു തിയേറ്ററിൽ കുറെ കാലമായിട്ട് ഇല്ലായിരുന്നു. ആ ഒരു ത്രില്ലർ അങ്ങനെ ഒരു മൂഡിലും അങ്ങനത്തെ സൗണ്ടിലും ഒക്കെ ഇച്ചിരി ഒന്ന് അങ്ങനെ കുറെ കാലമായിട്ട് ഇങ്ങനെ ഇല്ലായിരുന്നു. വേറെ എന്തെങ്കിലും പറയായിരുന്നു സിനിമകൾ. അപ്പൊ പെട്ടെന്ന് അങ്ങനെ വന്നപ്പം ഭയങ്കര വർക്കായി ശരി. അതായത് ആ സമയത്ത് ഈ ട്വിസ്റ്റുകൾ ആണ്. അതിനു മുമ്പ് ത്രില്ലർ സിനിമകൾ മലയാളത്തിൽ ദൃശ്യത്തിന് ശേഷം പിന്നീട് അങ്ങോട്ട് ഒരു ക്ലൈമാക്സ് ട്വിസ്റ്റ് അങ്ങനെ ഒരു പാറ്റേൺ ആയിരുന്നു. അത് എൻ്റെ കയ്യിൽ മാറി പിന്നെ ഈ ഒരു മൂഡിലേക്ക് എത്തിക്കുന്ന ഒരു സിനിമയെ അങ്ങനെ ഒരു രീതിയിലേക്ക് മാറുന്ന അഞ്ചാം പാതിര വന്നിരുന്നു. അതുപോലെ തന്നെ പ്രീവിയസ് കൂടുതൽ വർക്ക് ചെയ്ത ആഷിക് കപൂറിന്റെ സിനിമകളാണ്. ആഷിക് കപൂറിലൊരു ഗ്യാങ്സ്റ്റർ ആണ് ഫസ്റ്റ് മൂവി. അതും അവിടെ തുടങ്ങുന്നു. പിന്നീട് ഇങ്ങോട്ട് ഒന്നുമില്ല, ആള് എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. ആ കൂട്ടിൽ നിന്നാണ് അത്രയും സിനിമകളിലേക്ക് എന്നെ വിളിച്ചതും അങ്ങനെ സിനിമ ചെയ്യാൻ എന്നെ ഏൽപ്പിച്ചതൊക്കെ. അപ്പം ഞാനത് മാക്സിമം വേറെ സിനിമകളിൽ വേറെ ഒന്നും ചിന്തിക്കാണ്ട് അതിൽ തന്നെ കുത്തിയിരുന്ന് ചെയ്തിട്ടുള്ള വേറെ സിനിമകളാണ് പുള്ളിയുടെ. അതുപോലെ ഷൈജു ഖാലിദായിരിക്കും കൂടുതൽ അദ്ദേഹത്തിന്റെ അവരൊരു സർക്കിളാണ്. എല്ലാവരും കൂടെ കൂടെ ഒക്കെ ഉണ്ടാവും. ഇങ്ങനെ സുഷിൻ ഉണ്ടാവും. അത് അങ്ങനത്തെ ഒരു ഗ്രൂപ്പാണ്. ഷൈജു ഖാലിദിന്റെ ക്യാമറ മൂവ്മെന്റ്സ് പറയുമ്പോഴത്തേക്കും കൂടുതലും സ്റ്റാറ്റിക് ഷോട്ട്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും. അത് എഡിറ്റ് ചെയ്യുമ്പോൾ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? കൂടുതലും ഷൈജു ഖാലിദിന്റെ ആയിരിക്കുമല്ലോ. പുള്ളി അങ്ങനെ പറയാൻ എനിക്കറിയത്തില്ല. പക്ഷെ പുള്ളി ഭയങ്കര ആ സിനിമേൻ്റെ കൂടെ നിന്ന് അത് എൻ്റെ കഥ നരേഷൻ്റെ അവിടെ മുതലേ പുള്ളിയൊക്കെ പ്ലാൻ ഉണ്ടാക്കും. എങ്ങനെ ഇതിൻ്റെ വേണം, എങ്ങനെ ഇത് എടുക്കണം എന്നൊക്കെ ഉള്ള. ഈവൻ ഓരോ ദിവസത്തെ പിന്നെ അവരോടൊക്കെ വർക്ക് ചെയ്യുമ്പം
അത് അന്ന് രാത്രി തന്നെ നമ്മളിരുന്ന് കണ്ടു നോക്കും, എന്നിട്ട് അതിനകത്ത് എന്തെങ്കിലും ചേഞ്ച് വരുത്തണമെങ്കിലും ഒക്കെ. ആ ഫ്രണ്ട് സർക്കിളിൽ ഭയങ്കരമായിട്ട് എല്ലാവരും ഇൻവോൾവ് ചെയ്യുന്നതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. പുള്ളി ഭയങ്കരമായിട്ട് എന്താണ് ഒരു പരിപാടി പുള്ളി ഒരു സിനിമ ചെയ്യുന്നതിന് മുമ്പ് ആലോചിച്ച് വെച്ചിട്ടുണ്ടാവും, അതങ്ങ് അപ്ലൈ ചെയ്യും പുള്ളി. ഭയങ്കര രസമാണ്. ഷപ്നയിലോട്ട് വരുവാണെങ്കിൽ ഷപ്നയുടെ ഫസ്റ്റ് മൂവി വാങ്കാണ്. എങ്ങനെയാണ് വാങ്കിലോട്ടുള്ള ഒരു എൻട്രി എങ്ങനെയാണ്? വാങ്ക് ഉണ്ണിയാണല്ലോ എഴുതിയിട്ടുള്ളത്. ഉണ്ണിയുടെ ഷോർട്ട് സ്റ്റോറിയാണ്. ഉണ്ണിയും ഞാനും നല്ല ഫ്രണ്ട്സാണ്. അപ്പോൾ ഉണ്ണിയാണ് ഇങ്ങനെ കാവ്യ VKPയുടെ മോള് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഉണ്ണി ത്രൂ ആണ് എനിക്ക് വാങ്ക് വരുന്നത്. ഞാൻ അതിലേക്ക് എത്തുന്നത്. പിന്നെ അത് കഴിഞ്ഞാണ് ഫുട്ടേജിലോട്ട് ഞങ്ങളും ഫ്രണ്ട്സാണ്. സൗഹൃദങ്ങളുടെ ഒരു ഇത്. അതെ അതെ അതെ. ഇപ്പോൾ ഈ ഫൗണ്ട് ഫുട്ടേജിൽ ജോണറിലൊരു കഥ പറയുമ്പോൾ ഏറ്റവും ഇൻസ്പയർ ചെയ്തൊരു സിനിമ ഏതായിരിക്കും സൈജറിനെ സംബന്ധിച്ചിടത്തോളം? ഈ ക്ലോഫീൽഡാണ് അതിനകത്ത്. ക്ലോഫീൽഡ് ഭയങ്കര രസമായിട്ട് ചെയ്തത്. സയൻസ് ഫിക്ഷനാണ്, ഭയങ്കര ഗംഭീരമായിട്ട് ചെയ്തിട്ടുള്ളൊരു പടമാണ്. പിന്നെ എനിക്ക് അങ്ങനത്തെ അത് സ്ക്രീൻ ലൈഫാണ്, പക്ഷെ എന്നാലും ഫൗണ്ട് ഫുട്ടേജ് പോലെ തോന്നിക്കുന്ന ദ ഡെൻ എന്ന് പറഞ്ഞൊരു പടമാണ്. ഭയങ്കര സ്റ്റണ്ണിങ് സിനിമകളാണ് അതൊക്കെ. പിന്നെ കുറേ ഉണ്ട്, പക്ഷെ കൂടുതലൊക്കെ ഫുൾ ഇടിയോ അല്ലെങ്കിൽ ഗോർ സിനിമകളൊക്കെ ആയിരിക്കും. അതല്ലാണ്ട് ഭയങ്കര ബുദ്ധി ഉപയോഗിച്ചേക്കണം. എനിക്ക് ഞാൻ ചോദിക്കാൻ വേണ്ടി കൂടുതൽ ഈ പാരാനോർമൽ ആക്ടിവിറ്റീസിനെ കുറിച്ചായിരിക്കും ഈ പറയുന്ന പോലെ ഫൗണ്ട് ഫുട്ടേജ്. പാരാനോർമൽ ആക്ടിവിറ്റിയും ഭയങ്കര ഒരു ഫ്രഷ് പരിപാടിയായിരുന്നു. അത് നല്ല കലക്കം പരിപാടിയാണ്. ഷപ്ന ഇതിൽ ഏതായിരുന്നു ഫസ്റ്റ് കണ്ടത്? എനിക്കത് വരെ ഞാൻ ഫൗണ്ട് ഫുട്ടേജ് സിനിമ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞല്ലോ. എനിക്ക് ആളാണ് ക്ലോഫീൽഡ് കാണാൻ പറയുന്നത്. ഞാനും ക്ലോഫീൽഡ് കണ്ടിട്ടാണ് ഇങ്ങനെ നമുക്ക് മനസ്സിലാവണ്ടേ. അതായത് സൈജു പറയുന്നത് വരെ എനിക്ക് ഫൗണ്ട് ഫുട്ടേജ് സിനിമകളെ പറ്റി അറിയില്ല. എന്നിട്ട് ആൾ പറഞ്ഞിട്ട് അങ്ങനെ ഈ പറയുന്ന സിനിമകളൊക്കെ കണ്ടിട്ടാണ് ആദ്യം ഞങ്ങൾ എഴുതാനിരുന്നു, പക്ഷെ എനിക്കതിൻ്റെ പാറ്റേൺ മനസ്സിലാവുന്നില്ല. എന്നിട്ട് പിന്നെ ഞാൻ സിനിമകൾ കണ്ടപ്പോഴും എനിക്ക് ഇതാണല്ലേ അങ്ങനെ മനസ്സിലായിട്ടാണ്. കണ്ടിട്ടൊരു പരിചയം വേണ്ടേ, അങ്ങനെ ഞാൻ പിന്നെ വന്ന് മനസ്സിലായി എന്ന് പറഞ്ഞിട്ട് നമ്മൾ വരുന്നത്. നമുക്ക് നമ്മുടെ ഫോൾഡർ തന്നെ ഉണ്ടായിരുന്നു. പുതിയ ഓരോ ടെക്നീഷ്യന്മാരുണ്ടാകുമ്പം ആ ഫോൾഡറിലുള്ള പടങ്ങളിങ്ങനെ പലർക്കും അറിയത്തില്ലായിരുന്നു. ഈ കണ്ടിട്ടുണ്ട് പലരും, പക്ഷെ എന്നാലും അതിൻ്റെ ഒരു എങ്ങനെയാണ് അതിൻ്റെ ഒരു എടുക്കുന്നതെന്നോ അത് എങ്ങനെയാണ് അതിൻ്റെ ട്രീറ്റ്മെൻ്റ് എന്നൊന്നും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല പലരും. അതുപോലെ ഈ സ്ക്രീൻ ലൈഫ് സിനിമകളായാലും അത് നമുക്ക് സീ യു സൂൺ കാണുമ്പോഴാണ് ഇങ്ങനൊരു ജോണറെ കുറിച്ച് ഞാൻ അറിയുന്നതൊക്കെ. ഇപ്പോൾ അനുരാഗ് കശ്യപ് ഈ മൂവിയിലേക്ക് വരുന്നു, അദ്ദേഹം എങ്ങനെയാണ് ഇതിലേക്ക് ഇന്നാകുന്നത്? അതും ഈ പറഞ്ഞ ചേച്ചിയുടെ ഭയങ്കര സുഹൃത്താണ്. അവർ തമ്മിലിങ്ങനെ സിനിമയുടെ വിശേഷങ്ങളൊക്കെ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനെ സിനിമ കംപ്ലീറ്റ് ആയി എന്നറിഞ്ഞ സമയത്ത് പുള്ളി അത് എന്താണ് കാണാൻ താല്പര്യം പറഞ്ഞു അയച്ചു കൊടുത്തു. പുള്ളി കണ്ട് ഭയങ്കര ഇഷ്ടമായി, പുള്ളി പ്രസന്റ് ചെയ്യാന്ന് പറയുന്നു. അത്രേ ഉള്ളൂ. അവർക്കത് ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. അത് നമുക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ആൾക്ക് അങ്ങനെ ദേവിടി പോലത്തെ സിനിമയൊക്കെ ചെയ്ത് നമുക്കും വളരെ ഇഷ്ടമുള്ള ഒരാളാണല്ലോ. അങ്ങനത്തെ ഒരാള് വന്ന് പ്രസന്റ് ചെയ്ത് ഭയങ്കര. മൂവിയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ അതിൻ്റെ ഒരു പ്രോസസ് എങ്ങനെയായിരുന്നു? അതായത് കൂടുതലും ഇതിൻ്റെ ഒരു ആംബിയൻ സൗണ്ട് വെച്ചിട്ടാണ് അതിന്റെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അല്ലാതെ BGM ഇല്ല, മറ്റേ ഒരു ഇൻസ്ട്രുമെന്റും ഉപയോഗിച്ചിട്ടില്ല നമ്മളിതിനകത്ത്. ആ എൻവയോൺമെന്റിലുള്ള സൗണ്ടുകൾ നമ്മൾ ട്രീറ്റ് ചെയ്തത്. ഇടയ്ക്കുള്ള മ്യൂസിക്കും അത് അവർ കേൾക്കുന്ന പാട്ടുകളാണ് നമ്മൾ അങ്ങനെ ഉപയോഗിച്ചിട്ടുള്ളത്. അവർ ഫോളോ ചെയ്യുന്ന ഒരു ബാൻഡും ഈവൻ അവരുടെ ലൈവ് ഷോയും ഒരു ഷോട്ടിലൊക്കെ വന്നു പോകുന്നുണ്ട്. ലാസ്റ്റ് പോർഷനിൽ ആ സോങ്ങും സോങ്ങും മറ്റേ റോളിംഗ് ക്രെഡിറ്റ്സിന് വേണ്ടി കിട്ടുന്നുള്ളൂ. അത് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ സ്റ്റാറ്റിക് ആയിട്ടോ അല്ലെങ്കിൽ ഫൂട്ടേജ് രണ്ടുപേർ ഉപയോഗിക്കുന്ന ക്യാമറകളിലൂടെ കഥ പറയുന്നു. അപ്പോൾ ഇവർ പാർട്ട്നേഴ്സാണ്. ഇവരുടെ ഇൻറ്റിമേറ്റ് സീൻസൊക്കെ ചിത്രീകരിക്കുന്നു. ആ ഒരു മൊമെൻ്റ് ഈ പറഞ്ഞ പോലെ ഇവർ ആ ക്യാമറ അവിടെ വെച്ചതിന് ശേഷമാണ് ഇവർ ഇൻറ്റിമേറ്റ് ആകുന്നത്, സിനിമയിൽ കാണിക്കുന്നത്. അപ്പോൾ അതിനെ എങ്ങനെ ചിത്രീകരിക്കുന്ന ഒരു പ്രോസസ്സ് എങ്ങനെയായിരുന്നു? അങ്ങനത്തെ സീനുകൾ എടുക്കുമ്പോൾ ഇപ്പോൾ ഇൻറ്റിമേറ്റ് അല്ലേ പോലും ഇവിടെ ഒരാൾ ക്യാമറ വെച്ചിട്ട് അവർ രണ്ടുപേരും ഒരുമിച്ച് സ്ഥലത്തേക്ക് പോയാൽ നമുക്ക് പിന്നെ എഡിറ്റ് ചെയ്യാൻ ഒന്നും ചെയ്യാൻ പറ്റില്ല. അവർ തിരിച്ച് വന്ന് ഓഫ് ചെയ്യണം, അത് യൂസ് ചെയ്യണ്ട, അല്ലെങ്കിൽ പിന്നെ സീൻ എടുത്ത് കളയാൻ പറ്റത്തില്ല. അതാണ് അങ്ങനത്തെ സീനിൻ്റെ ഒരു കുഴപ്പം. ഈവൻ അവര് എടുത്തൊരു ഷോട്ട് ഉണ്ട്. അതായത് ഇവള് ഫ്രണ്ടിൽ ക്യാമറ ഓണാക്കി വെച്ചിട്ട് നടന്നു പോയി അറ്റത്ത് നിന്ന് ഇങ്ങനെ നോക്കി വെക്കുന്നു കാട്ടിന്റെ. ശരിക്കും അവര് ആ ജേണി ഷൂട്ട് ചെയ്യുമ്പോൾ ആ ഭാഗം മാത്രമേ അവർ ഉപയോഗിക്കുള്ളൂ, പക്ഷെ നമുക്ക് മൊത്തം യൂസ് ചെയ്യാൻ അങ്ങനെയുള്ള കുറെ ഓഫ് ചെയ്യണം വരെ നമ്മൾ കാണിക്കേണ്ടി വരും. കാര്യം ഇത് ഫുട്ടേജ് ആയതുകൊണ്ട്. അപ്പോൾ ആ ഒരു ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ ഈ ആ ഒരു ഇൻറ്റിമേറ്റ് സീൻസ് ഒക്കെ ചിത്രീകരിക്കുമ്പോൾ
അതിനെ എങ്ങനെയായിരുന്നു ആ റൈറ്റിംഗ് പ്രോസസ്സിൽ നമ്മളത് എങ്ങനെയാണ് കൺസീവ് ചെയ്തത്, എങ്ങനെ ചിത്രീകരിക്കും? അതായത് നമ്മൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ കഥയാണല്ലോ പറയുന്നത്. അപ്പോൾ അത് സത്യസന്ധമായിട്ട് തന്നെ പറയണ്ടേ, ഫുട്ടേജ് ആയിട്ടാണല്ലോ പറയുന്നത്. സിനിമ പോലെ നമുക്ക് ഇവിടെ നിന്ന് ഇത് കുറച്ച് ഒളിപ്പിച്ച് വെക്കാം, അല്ലെങ്കിൽ ഇത് കുറച്ച് നമുക്ക് ഇങ്ങനെ ചെയ്യാം. ഇതിലതിന് സാധ്യത ഇല്ലല്ലോ. ഇപ്പോൾ നമ്മൾ ശരിക്കുള്ള ജീവിതത്തിൽ നമ്മൾ എന്തൊക്കെ വളരെ ഓണസ്റ്റായി ചെയ്യുന്ന അത് തന്നെയാണ് നമ്മൾ ഇതിലും ട്രീറ്റ് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ ഇത് സിനിമയ്ക്ക് വേണ്ടി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് നമ്മൾ പ്ലാൻ ചെയ്തില്ല. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇപ്പം ഇൻറ്റിമേറ്റ് ചെയ്യുന്നുണ്ട്, നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ല. അത് മനുഷ്യരുടെ ജീവിതത്തിൻ്റെ ഭാഗമാണല്ലോ. ഒരു രസത്തിന് വേണ്ടി അവർ ഷൂട്ട് ചെയ്യുന്ന കുറെ കാണുന്നത്. ഈ എഴുതിയിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ പ്രോപ്പർ എങ്ങനെയാണോ അത് ഇൻ റിയൽ ലൈഫിൽ ഉള്ള പോലെയൊക്കെ തന്നെ എഴുതിയിട്ടുള്ളത്. പക്ഷെ നമ്മൾ സിനിമയിൽ നമ്മുടെ ഈ സിനിമയിലേക്ക് വരുന്ന നേരത്ത് അവരോട് അത് പ്ലാൻ ചെയ്തോളാനാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മളത് അവർ തന്നെ ക്യാമറ ഓപ്പറേറ്റ് ചെയ്യുന്നു, അവർക്ക് ഇഷ്ടമുള്ള കംഫർട്ടബിൾ ആയിട്ട് അവർക്ക് അതിനോട് എത്ര കംഫർട്ടബിൾ ആയി ചെയ്യാൻ പറ്റും. ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ ഉറപ്പായിട്ടും. മലയാളത്തിലൊക്കെ അങ്ങനത്തെ സിനിമകൾ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും ആക്ടേഴ്സിന്. അപ്പോൾ അവരും കംഫർട്ടബിളായി അവർ രണ്ടുപേരും സംസാരിച്ച് അതിൽ നിന്നൊക്കെ തന്നെയാണ് അത് അവരെ തന്നെ കൊറിയോഗ്രാഫിയാണ്. അതുപോലെ ഈ രണ്ട് കഥാപാത്രങ്ങളും എന്താ പറയുക, എന്തുകൊണ്ടായിരിക്കാം ഇവർ ഇങ്ങനൊരു, അതായത് നിങ്ങൾ നേരത്തെ മറ്റുള്ളവരുടെ പ്രൈവസിയിലേക്ക് എത്തി നോക്കുന്നുണ്ട്, അവർ ഇതുപോലെ പാരാനോർമലായിട്ടുള്ള ഇതുണ്ടോയെന്ന് ചെക്ക് ചെയ്തിറങ്ങുന്നു. അങ്ങനത്തെ ഒരു ക്യൂരിയോസിറ്റി എലമെന്റ് അവരുടെ ഉള്ളിലേക്ക് എന്തുകൊണ്ടായിരിക്കും വന്നിട്ടുള്ളത് എന്നാണ് റൈറ്റർ. നമുക്ക് എല്ലാവരുടെ ഉള്ളിലും അതെ ഉണ്ട്. ചിലത് നമ്മളെ വിവേകം കൊണ്ട് നമ്മൾ മാറ്റുന്നത്. ഇപ്പൊ പുതിയ ഒരു കുട്ടി ജനിച്ചു വീഴുമ്പോൾ പോലും ചിലപ്പോൾ അമ്മനേക്കാൾ മുന്നേ കാണുന്നത് ക്യാമറ ആയിരിക്കും, അല്ലേ? എന്താന്ന് വെച്ചാൽ ഫസ്റ്റ് മൊമെന്റ് കിട്ടാൻ വേണ്ടി കുട്ടീനെ ക്യാമറയിലേക്കായിരിക്കും നോക്കുക. അപ്പൊ അത്രയും ടെക്നോളജിയുടെ ഉള്ളില് രൂപപ്പെട്ട് വരുന്ന ഒരു തലമുറയും കൂടിയിട്ടാണല്ലോ. ഇപ്പൊ ഞങ്ങളെപ്പോലുള്ളവർക്കൊക്കെ ആണെങ്കിൽ നമ്മൾ ജീവിച്ച് കുറച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ ക്യാമറയിലേക്കും അല്ലെങ്കിൽ ക്യാമറ ഉള്ള ഫോണിലേക്കൊക്കെ വരുന്നത്. ഇവർക്കിത് ഭയങ്കര എന്താ പറയാ പാർട്ട് ഓഫ് ലൈഫ്, അല്ലെങ്കിൽ അതിലാണ് അവരുടെ ജീവിതം. അപ്പൊ അങ്ങനത്തെ ഒരു മനുഷ്യർക്ക് ക്യാമറയോടൊപ്പമുള്ള നമ്മളുടെ ബേസിക് ട്രേറ്റും വെച്ച് മുന്നോട്ട് പോയി എന്നുള്ളത് തന്നെയാണ്. നമ്മളുടെ ക്യൂരിയോസിറ്റി കിൽസ് ദ കാറ്റ് എന്ന് പറയാറില്ലേ, അതുപോലെ നമുക്കെല്ലാവർക്കും ഇല്ലേ എന്തെങ്കിലുമൊക്കെ കണ്ടാൽ ഇപ്പം അവൻ ക്യാമറ അതിൻ്റെ പിന്നിൽ എന്തായിരിക്കും, നമ്മുടെ ഉള്ളിൽ നമ്മൾ അതൊക്കെ ആലോചിക്കുന്നില്ലേ. നമ്മൾ പറയുന്നതല്ലേ പറയും, നമ്മളുടെ ഉള്ളിൽ അപ്പം ചില ആൾക്കാർ അതിൻ്റെ പിന്നാലെ പോകും. പിന്നെ ഈ ക്യാരക്ടേഴ്സ് ശരിക്കും അവരുടെ ലൈഫ് നമ്മളിങ്ങനെ ഒരു വശത്തൂടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അവർ ഈ കോവിഡ് വരുന്നതുകൊണ്ട് ഇവർക്ക് പുറത്തേക്ക് ഇറങ്ങാൻ ഷൂട്ട് ചെയ്യാൻ ഒരു മറവില്ലാതെ ഇരിക്കുന്ന സമയത്താണ് ഇവരിങ്ങനെ സൈക്കിളൊക്കെ എനർജിയും എന്ത് ചെയ്യണമെന്നും ചാനൽ ചെയ്തിരുന്ന ഒരു എനർജിനെ അപ്പൊ അവർക്ക് കിട്ടുന്നത് എന്താണോ അത് ഷൂട്ട് ചെയ്ത് പോകണം. അപ്പം തൊട്ടടുത്ത വീട്ടിലെ ചേച്ചിക്ക് എന്തൊരു അങ്ങനെ ഒരു അപ്പുറം ആരോ ഒരു മിസ്റ്റീരിയസ് ആയിട്ടൊരാളെ, അതാണ് അവരാ അത്രയും നാളും അങ്ങനെ നടന്നിട്ട് ഐസൊലേറ്റഡ് ആവുന്നു, അതിൽ നിന്ന് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി അവർ അതിന്റെ മാറ്റം വരെ പോകുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു കോൺസെപ്റ്റ്. സൈജുവിന്റെ നേരത്തെ അനൗൺസ് ചെയ്ത സിനിമ ഉണ്ട് ടോവിനോ ആയിട്ട് മുൻപേ എന്ന് പറഞ്ഞത്, അത് എന്തുകൊണ്ട് അത് വന്നില്ല, ഫസ്റ്റ് ഫിലിമായിട്ട് വന്നില്ല? അല്ല, അത് ഇതിന് ശേഷം അത് ശരിക്കും പറഞ്ഞാൽ അതും എഴുതി തുടങ്ങിയിട്ട് കുറെ നാളെ. ഇപ്പൊ എൻ്റെ ഒരു ഫ്രണ്ടാണ് എഴുതുന്നത്, ടിന തോമസ് എന്ന്. അത് സ്റ്റാർട്ട് ചെയ്തിട്ട് കുറെ നാളെ. അത് കംപ്ലീറ്റ് ആവുന്നത് നമ്മുടെ ഈ ഫുട്ടേജിന്റെ ഒക്കെ അനൗൺസ്മെന്റ് കഴിയുമ്പോഴത്തേക്കാണ് അതിന്റെ സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുള്ളത്. അപ്പൊ നമ്മളത് അങ്ങനെ അടുത്തൊരു പടമായിട്ട് അനൗൺസ് ചെയ്തതാണ്. അടുത്ത പടമായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഫുട്ടേജിന്റെ സമയത്താണ് അത് അനൗൺസ് ചെയ്തിട്ടുള്ളത്. അതിന്റെ ജോണർ എങ്ങനെയാണ്? ഒരു അത് ഇതേപോലെ തന്നെ ഒരു എന്താണ്, അതും ഒരു ഡ്രാമയാണ്, ലവ് സ്റ്റോറി പറയാം. അല്ല, പോസ്റ്റർ നമുക്ക് കാണുമ്പോൾ എന്തൊരു സയൻസ് ഫിക്ഷൻ ടൈം ട്രാവൽ അങ്ങനെയൊക്കെ ഉള്ളൊരു സ്ഥലത്ത് കൂടെ ഒക്കെ പോകുന്നുണ്ട് ആ സിനിമ. എന്തായാലും അതും ഈ പറയുന്ന പോലെ ഒരു എക്സ്പെരിമെന്റൽ മൂവി ആയിരിക്കും. അത് എക്സ്പെരിമെന്റ് ഇല്ല, അത് എക്സ്പെരിമെന്റൽ സിനിമ അല്ല. അത് എല്ലാവർക്കും ഇഷ്ടമാവുന്ന, എല്ലാ ആളുകൾക്കും കാണാൻ പറ്റുന്ന തരത്തിലുള്ള സിനിമയാണ്. പിന്നെ അത് പറയുന്ന പോലെ അതിന്റെ കണ്ടന്റ് ഇത്തിരി ഡിഫറെന്റ് ആണ് ശരിക്കും പറഞ്ഞു. എപ്പോഴും എന്താണ് പെട്ടെന്ന് എല്ലാവരും ചിന്തിക്കുന്ന മാനത്തെ ഒരു പരിപാടിയല്ല, ഇച്ചിരി കുറച്ചും കൂടി ഒരു പുതുമയുള്ളതായിരിക്കും. ഷപ്നയുടെ അടുത്ത പ്രോജക്റ്റ് ഞങ്ങളിത് ഡിസ്കസ് ചെയ്യണം. ഞങ്ങൾ സീരീസിന് വേണ്ടിയിട്ടൊരു പരിപാടി ഇങ്ങനെ ആലോചന നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൺഫർമേഷന് വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ സൈജേട്ടാ ഒരു എഡിറ്ററായിട്ട് സ്റ്റാർട്ട് ചെയ്തു, പിന്നീട് ഇപ്പോൾ രണ്ടാമത്തെ മൂവി ഇനി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. ഒരു ഫിലിം മേക്കർ ആയി കഴിഞ്ഞു.
ഒരു എഡിറ്റർ എന്ന രീതിയിൽ അത് ഒരു എഡിറ്റർ ആയിരുന്നത് എത്രത്തോളം ഗുണം ചെയ്തിട്ടുണ്ട്? ഇപ്പോൾ വിനീത് ശ്രീനിവാസൻ ഒരു അഭിമുഖത്തിൽ പറയുണ്ടായി, ഒരു എഡിറ്റർ ഒരു മൂവി ഡയറക്റ്റ് ചെയ്യുമ്പോൾ അതിനൊരു പ്രത്യേക രസമുണ്ടാകും. അദ്ദേഹത്തിന് എഡിറ്റർ ഹിംസെൽഫ് ഒരു ഫിലിം മേക്കർ ആണ്. ആവശ്യമുള്ളത് എടുത്താൽ മതി എന്നുള്ളൊരു അത് തന്നെയാണ് അതിനകത്ത് എനിക്ക് വന്ന ഒരു മീൻസ് ഈസി എന്ന് തോന്നുന്നത് അത് തന്നെ ആയിരിക്കും. ഇപ്പം ഒരു ഡയറക്ടർ ഒരു പടം ചെയ്യുന്ന നേരത്ത് ഒരു എഡിറ്ററിന് വേണ്ട ഷോട്ടും കൂടെ എടുത്ത് വെക്കും. അപ്പം അത് അയാളുടെ ചോയ്സാണ്, അത് ആ ആംഗിളുകളിലേക്കൊക്കെ പോയി എഡിറ്റ് ചെയ്യണോ എന്നൊക്കെ ഉള്ളത്. അപ്പം ഒരു എഡിറ്റർ ചെയ്യാൻ നേരത്ത് അങ്ങനെ എല്ലാ ഷോട്ടുകളും ഉപയോഗിക്കുന്ന എഡിറ്റർ ആണെന്നുണ്ടെങ്കിൽ കാര്യമില്ല. അപ്പം സെയിം തന്നെയായി ശരിക്കും പറഞ്ഞാൽ. ഇപ്പം എനിക്ക് ഉള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ശരിക്കും പറഞ്ഞാൽ പേഴ്സണലി ഒരുപാട് ഷോട്ടുകൾ ഉപയോഗിച്ചിട്ട് ഒരു കഥ പറയാൻ ഇഷ്ടമല്ലാത്ത ആളാണ്. ഇപ്പം ഇതിൽ നിന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഒരു സ്റ്റാറ്റിക്കിലൊക്കെ തന്നെയാണ് പല സീനുകളും എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ രീതിയിൽ നോക്കാതെ ഞാൻ ഇപ്പം നോർമൽ ഒരു സിനിമ ചെയ്യാൻ നേരത്തെ എനിക്ക് വേണ്ടത് മാത്രമേ ഞാൻ എടുക്കുള്ളായിരിക്കും. അതാണ് അതിൻ്റെ ഒരു ഗുണം എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇനി ഫുട്ടേജ് കാണാൻ ഒരുപാട് പ്രേക്ഷകർ ഇനിയും ഉണ്ട്. അപ്പോൾ എന്താണ് അവരോട് എന്താണ് സൈജുണ്ട് പറയാനുള്ളത്? എല്ലാവരും തിയേറ്ററിൽ തന്നെ കാണാൻ നോക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. നമ്മളത് കംപ്ലീറ്റ്ലി അതിൻ്റെ സൗണ്ടും പിക്ചറും തിയേറ്ററിക്കൽ എക്സ്പീരിയൻസിന് വേണ്ടി ചെയ്തിട്ടുള്ളതാണ്. ശരി, പിന്നെ OTT വന്നിട്ട് തിയേറ്റർ മിസ്സായി എന്നുള്ളത് മാക്സിമം ഇത്തരം സിനിമകളെ സപ്പോർട്ട് ചെയ്യണം എന്ന് പറയാം. ഇപ്പം എന്തായാലും ചിത്രം ഇപ്പോൾ തിയേറ്റർ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പറഞ്ഞ പോലെ ഇനി ഇത്തരം സിനിമകളെന്നല്ല, ഒരുപാട് എക്സ്പെരിമെൻ്റൽ സിനിമകൾക്കൊരു സ്റ്റാർട്ടിങ് ആകട്ടെ ഫുട്ടേജ് എന്ന് ആശംസിക്കുന്നു. ഉറപ്പായിട്ടും ആൾക്കാർക്ക് ഇങ്ങനത്തെ സിനിമകൾ കണ്ടും പരിചയമാവണം. നമ്മൾ സ്ഥിരം കാണുന്ന അല്ലേ സിനിമകളുടെ പോലെ അല്ലാതെ ഇത്തരത്തിലുള്ള സിനിമകളും കണ്ട് യൂസ്ഡ് ആവണം നമ്മൾ ഓഡിയൻസിന്. ഉറപ്പായിട്ടും. അപ്പോൾ ഇത്തരം സിനിമകൾ ഇനി വരട്ടെ. സജു ചേട്ടൻ്റെ ഇനി വരുന്ന പ്രൊജക്റ്റുകളും ഇതുപോലെ തന്നെ ഒരു വ്യത്യസ്തമായ സിനിമകൾ സംസാരിക്കാൻ പറ്റട്ടെ. നിങ്ങൾക്ക് രണ്ടുപേർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു സോ മച്ച്.